മോനെ നീയായിരുന്നോ? ഞങ്ങൾ ഇതുവഴി പോയതാണ്. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്റെ ടൈം മെഷീൻ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെവ്വേറെ ടൈം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാം, പക്ഷെ ഇതിൽ ഒന്നിലും തന്നെ തൊട്ടേക്കരുത്. വെളിയിൽ എന്തോ സെറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഹണി, നീ ആവശ്യമില്ലാത്തൊന്നും ചെയ്തേക്കരുത്. ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നത്തിലേ അവസാനിക്കൂ. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കാം. ഹണി, മെഷീൻ അവിടെ പോയി. സയന്റിസ്റ്റ് അങ്കിളുടെ വീട്ടില് ഇവരെങ്ങനെ എത്തിയത്? അങ്കിളിന്റെ വീട്ടിലല്ല, നമ്മൾ സ്റ്റോണേജിലാണ്. നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാനൊന്നും തന്നെ ചെയ്തില്ല. നീ കേറിയിരുന്നത് ട്രാൻസ്മിറ്റ് ബട്ടന്റെ പുറത്താണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങൾ തയ്യാറല്ലേ? ഞാൻ പോയി കതവ് തുറക്കാം. നമ്മൾ കയ്യിൽ കുടുങ്ങുന്നതൊന്ന് വേഗം ഓടിക്കോ. ഓടിക്കോ. പിടിക്കവരെ. അവര് വേറെ ഗ്രഹത്തിലെ ജീവികളാ, അവരെ വിടരുത്. ഇവിടെ ആനയുടെ രൂപത്തിൽ സിംഹമാണ് ഉള്ളത്. ഇത് സിംഹം തന്നെയാ. സ്റ്റോണേജിൽ സിംഹത്തിന് ഇതുപോലത്തെ കൊമ്പുണ്ടായിരുന്നു. അവരായുധങ്ങളൊക്കെ വലിച്ചെറിയുകയാണ്. അപ്പോൾ നമ്മളുമായിട്ട് അവർക്ക് വഴക്കില്ലെന്നല്ലേ അർത്ഥം? കഴുതേ, അവർ ആയുധങ്ങളൊക്കെ താഴേക്ക് വലിച്ചെറിഞ്ഞതല്ല, നമ്മെ ആക്രമിക്കാൻ വേണ്ടി വലിച്ചെറിയുന്നതാണ്. ഒരെണ്ണെങ്ങാനും കൊണ്ട അതോടെ നമ്മുടെ പണി തീരും. സംശയമുണ്ടോ? അവര് വരുന്നുണ്ട്. അവിടെ രക്ഷപ്പെട്ടോ? അവര് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ പ്രധാന അടവുകൾ പുറത്തെടുക്കണം. പോയി ഏതെങ്കിലും മരത്തിലിരിക്കാം. സംശയമുണ്ടോ? ഇവിടെ ഇരുന്നാൽ ആർക്കും എന്നെ കണ്ടെത്താനാവില്ല. എന്റെ കുഞ്ഞ് ഇത് കുടിച്ചോ. സോറി. എനിക്ക് തോന്നുന്നത് അവൻ വല്ലാത്ത ദേഷ്യത്തിലാന്നാ. ഇവൻ ദേഷ്യത്തിൽ തന്നെയാണ്. ഓടിക്കോ.
എന്റെ ആഹാരം മുഴുവൻ നശിപ്പിച്ചു. ആരാണ് നിങ്ങൾ? ഇവൻ ബണ്ണി, പിന്നെ ഞാൻ ജോർദാറാണ് സർ. അത് ശരി, ജോർദാറോ? നിങ്ങളെ കാണുമ്പോ തന്നെ എനിക്ക് കരിയിളകുക. എന്നോട് മത്സരിക്കാൻ നോക്കാണോ? വെറുതെ വിടില്ല ഞാൻ. ജോർദാർ, വേഗം വാ, രക്ഷപ്പെടാം. ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ. എടാ, ഇവന്മാർ എങ്ങോട്ടാ പോയത്? എങ്ങനെയുണ്ട്? എടാ, അവൻ എങ്ങോട്ടാ പോയത്? കണ്ടുപിടിക്കാൻ കഴിയില്ല, ഞങ്ങള് വേഷം മാറിയിരിക്കാണ്. കണ്ടോ? കഴുതെ ഓടിക്കോ. പിടിക്ക, അത് അവന്മാര് തന്നെയാ. വേഗം ഏതോ അവന്മാരെ പിന്തുടർന്ന് പിടിക്ക. എന്റെ താടി എടുത്ത് മാറ്റിയോ? അങ്ങനെയാണെങ്കിൽ നിന്റെ താടി ഞാൻ എടുത്ത് മാറ്റും. പിടിക്കവരെ, പിടിക്ക. ഇതുവഴി രക്ഷപ്പെടാം. വേഗം വായോ. ഇനി രക്ഷയില്ല, ചാടിക്കോ. ഇത് ചെറിയ ജനലാണല്ലോ, ഇതിലെ കൂടെ ചാടിയാ ഞാൻ കൊടുക്കും. നമ്മൾ രക്ഷിക്കണം. അവനെ വേറെ മാർഗത്തിൽ പോയി പിടിക്കണം. ഇതിലേ വാ, പോകാം. ആ കുട്ടിക്കൊന്നും തന്നെ സംഭവിക്കരുത്. അവൻ റൈറ്റിൽ പോവാണ്, സംശയമുണ്ടോ? മര്യാദയ്ക്ക് കുട്ടിയെ വിട്ടേക്ക്. ഇവന് വട്ടാണെന്നാ തോന്നുന്നത്. 2 ടയർ ഉള്ളപ്പോ ഇവൻ എന്തിനാ ഒറ്റ ടയറിൽ വണ്ടി ഓടിക്കുന്നേ? അതിനാണ് വീലിംഗ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും സുഹൃത്താ. നീ സുഹൃത്തല്ല, എല്ലാവരുടെയും ശത്രുവാണ്. നിനക്കറിയില്ലേ, റോഡിൽ ഇതുപോലെ സ്റ്റണ്ട് കാണിച്ചാ നിന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ആപത്തിലാകും. സോറി, പുതിയ ബൈക്കല്ലേ, അതുകൊണ്ട് എക്സൈറ്റഡ് ആയി പോയി. ആരുടെ ബൈക്കാണ്? കർത്തയുടെ, എല്ലാവരുടെയും സുഹൃത്തിന്റെ. നിനക്ക് എവിടുന്ന് കിട്ടി ഇത്രയധികം കാശ്?
ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ട് ഡോക്ടർ ബാലുവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നന്ദു ജോലി ചെയ്ത് പുതിയ ബൈക്ക് വാങ്ങിയിരിക്കുന്നു. എന്നാൽ നമ്മളിപ്പോഴും സ്കൂട്ടറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്നാൽ എന്റെ ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് പോവാനുണ്ട്. അവൻ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. കൂട്ടുകാരെ, നമുക്കും പാർട്ട് ടൈം ജോലി ചെയ്യണം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ പോയി ജോലി നോക്കാം. സംശയമുണ്ടോ? ഈ നശിച്ച വണ്ടി വീണ്ടും ഓഫായി. വേഗം വാ, മോട്ടുവിന്റെ ഗാരേജിൽ കൊണ്ടുപോയി ഇതിനെ ശരിയാക്കാം. നീയൊക്കെ എന്ത് ജോലിയാടാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോലി അറിയാത്ത വിഡ്ഢി കൂഷ്മാണ്ടങ്ങളെ. Get out. മോട്ടു ചേട്ടാ, സ്കൂട്ടർ വീണ്ടും സ്റ്റാർട്ട് ആകുന്നില്ല. ജോർദാർ ഉടൻ കാർ വാഷ് ചെയ്യണം. നീ ആ കാറിന്റെ ബോണറ്റ് തുറക്കാൻ നോക്ക്. നീ ആ ബൈക്കിന്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് വെക്കണം. 4 വിഡ്ഢികൾ ഉണ്ടെങ്കിലേ ഒരു കളിയും ജയിക്കാൻ കഴിയില്ല. ശരിയാ, ഞങ്ങള് 4 പേരുണ്ട്. മിണ്ടാതിരിക്കേ മോട്ടു ചേട്ടാ, ഇത് വേഗം ഒന്ന് റെഡിയാക്കി താ. നന്നാക്കാൻ 3 ദിവസമെങ്കിലും എടുക്കും. എന്റെ പൊന്നു ചേട്ടായി, സ്കൂട്ടർ നന്നാക്കാനാണ് പറഞ്ഞത്, അല്ലാതെ പുതിയത് ഉണ്ടാക്കാനല്ല. സംശയമുണ്ടോ? ഇവിടെ ജോലിക്കാരൊന്നുമില്ല. എല്ലാരും ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞു. ഇനി പുതിയ ജോലിക്കാരെ കണ്ടെത്തണം. മോട്ടു ബായ്, ഞങ്ങൾ ചെയ്യാം ജോലി. ആ, ഓക്കേ, നാളെ രാവിലെ തന്നെ നിങ്ങൾ ജോലിക്ക് കയറിക്കോ. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം. ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യണം. ചെയ്യേണ്ട ജോലി ഏത് തന്നെയായാലും നന്നായിട്ട് തന്നെ ചെയ്യണം. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ പറഞ്ഞത് ശരിയാ. എന്നാ പോപ്പട്ട്, നീ തുടങ്ങിക്കോ. എന്റെ അവച്ചിയെ, നന്നായി വരും. ഞാൻ നന്നായിട്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സംശയമുണ്ടോ? അതെ, സാഷ്ടാംഗമായി ഞങ്ങൾ പ്രണാമം ചെയ്യാം. ഞങ്ങളെ ആശീർവദിക്കും. ഓഹോ, ഇത് മുഴുവൻ അഴുക്ക് പിടിച്ചിരിക്കുകയാണല്ലോ. ഹണി, ഇങ്ങോട്ട് വാ. ഇത് തുറക്കുന്നില്ല. ആ. എന്റെ പൊന്നു ചേട്ടാ, എന്നോട് ക്ഷമിക്കേ. താങ്ക് യു ഹണി, താങ്ക് യു. എടാ, ഈ ടയർ ഒന്ന് ഊരിത്തടാ. നന്നായിട്ട് കുടുങ്ങി. എന്റെ ചേട്ടായി, 4-5 ദിവസം ഓട്. തടി കുറഞ്ഞു കഴിഞ്ഞാ ടയറ് താനെ ഊരിപ്പോന്നോളൂ. കഴുതേ, അത്രയും ദിവസം ഈ ടയർ എന്റെ ദേഹത്തിരിക്കണോടാ. ഇതിങ്ങനെയൊന്നും വരികയില്ല, ഇതിനെ മുറിക്കേണ്ടി വരും. നിനക്കെന്താ വട്ടാണോ? ഇദ്ദേഹത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് പിന്നെ ആരാ സാലറി തരിക? കഴുതേ, ചേട്ടനല്ലടാ, ടയറാണ് കട്ട് ചെയ്യേണ്ടത്. സംശയമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്? വേഗം ഈ ടയർ കെട്ടി. ബണ്ണി ഈ വയർ ഘടിപ്പിക്കാൻ മറന്നു. സംശയമുണ്ടോ? സാറേ, നിങ്ങളുടെ വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അണി പണി, സാറിന് ട്രയലിന് കൂട്ടിക്കൊണ്ട് പോയിട്ട് വാ. ഇപ്പൊ കാർ റിവേഴ്സ് ഗിയറിലായി. ഈ കാറിനി ഒന്നിനും തന്നെ കൊള്ളില്ല. ഇതിപ്പോൾ റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ആലോചിച്ച് നോക്കണം സാർ. കാർ റിവേഴ്സിൽ ഓടിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ആക്സിഡന്റ് ഉണ്ടാവില്ല. നോ എൻട്രി ആണ്. അങ്ങേക്കല്ല സാർ, അങ്ങ് റിവേഴ്സിൽ നോ എൻട്രിയിലും കാർ ഓടിക്കാവുന്നതാണ്. നോ എൻട്രി ആണ്. ആ, ഇനി അങ്ങ് ഒരിക്കലും ട്രാഫിക്കിൽ കുടുങ്ങുകയില്ല. ആകാശത്തിന് ട്രാഫിക്കോ? ഈ മനുഷ്യന് നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല.
എന്നെ താഴെ ഇറക്ക്. പേടിക്കണ്ടെന്നേ, നമുക്ക് മുകളിലൂടെ പോവാ. അയ്യോ, ഞാൻ എങ്ങനെയാ വീട്ടിൽ പോന്നേ? ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇതുവഴി അങ്ങ് ഇറങ്ങി പോയാ മതി. അയ്യോ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങേണ്ട ആവശ്യവുമില്ലല്ലോ. അങ്ങ് ബൈക്ക് എടുത്തോണ്ട് അങ്ങയുടെ വീടിന്റെ അടുത്തുള്ള പോസ്റ്റിൽ നിർത്തി അവിടുന്ന് ഇറങ്ങി പോയാ മതി. എന്റെ വീട് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. എങ്ങനെ പോവാ? എടാ, എന്നെ ഒന്ന് പുറത്തേക്ക് എടുക്ക്. ബണ്ണി, ഞണ്ട്. എടാ കഴുതേ, ബണ്ണി പൂച്ചയാണ്. എടാ കഴുതേ, ഇങ്ങോട്ട് നോക്ക്. എന്റെ അടുത്ത് ഞണ്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എന്നെ ഒന്ന് പുറത്തെടുക്ക്. ഇനി എന്താ അതിന്റെ ആവശ്യം? ഞണ്ടിനെ ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞില്ലേ? എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇതൊരു വട്ടുപിടിച്ച കളിയാണ്, സംശയമുണ്ടോ? ഇന്നത്തോടെ നിന്റെയൊക്കെ കളിയൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തന്നേക്കാം. ഹണി, ബോളിങ് വേഗം താ. ഇതെന്താ ബോംബെന്താ ഇനിയും പൊട്ടാത്തത്? ഹണി, ബോള് വേഗം താ. താങ്ക് യു ചേട്ടാ. ചേട്ടാന്നോ? എന്നെ ഈ പരുവത്തിലാക്കിട്ടെ നീ എന്നെ വന്ന് ചേട്ടാന്ന് വിളിക്കുന്നോടാ? വാട്ടർ സ്പോർട്സ് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സമയമാണിത്. ഇപ്പൊ ശരിയാക്കി തരാം. പറക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ പറപ്പിക്കാം. നമ്മൾ എന്തുകൊണ്ടാ ഒരുപാട് മുകളിലേക്ക് പോവാത്തത്? ഹണി,
ബോട്ടിലെ കയർ അഴിഞ്ഞു പോയി. പാരച്യൂട്ടിലെ കയർ അഴിയാതിരുന്നാൽ നന്നായി പോയി. കഴിവേ, പാരഷൂട്ടിലെ കയറാണ് ബോട്ടിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അതാണ് അഴിഞ്ഞു പോയത്. ഇപ്പോ നമ്മൾ താഴെ പോയിക്കൊണ്ടിരിക്കുക. പാരച്യൂട്ട് ഉണ്ടല്ലോ, നമ്മൾ പതുക്കെ താഴോട്ട് പോകും. ഇനി വെള്ളത്തിലും ചാടാൻ പറ്റില്ല. വെള്ളത്തിൽ ഷാർക്കുണ്ട്. എടാ പാരച്ചോട്ട് മുകളിലോട്ട് കൊണ്ടുപോടാ. എടാ വേഗം കൊണ്ടുപോടാ. എന്റെ അമ്മേ, ഞാൻ രക്ഷപ്പെട്ടു. എന്നെ അത് ചെയ്യരുത്, എന്നെ തിന്നരുത്, ഞാൻ പറയുന്നത് കേൾക്ക. അങ്ങനെ തന്നെയാണോടാ പണ്ണി? അങ്ങനെ തന്നെ. സബാഷ്. സണ്ണി, എന്നെ കണ്ടാ നിനക്ക് ഗോൾ പോസ്റ്റ് പോലെ ഉണ്ടോ? സോറിടാ, നിന്നെ കാണാൻ അതുപോലെ തന്നെ ഉണ്ട്. എപ്പോഴും ഹിറ്റ് ചെയ്യാൻ തോന്നുകയാ എനിക്ക്. നിങ്ങൾ എല്ലാവരും വല്ലാത്ത ബോറിംഗ് ആയിരിക്കും. എപ്പോ നോക്കിയാലും ഫുട്ബോൾ കളി മാത്രമേ ഉള്ളൂ. എങ്കിൽ ക്രിക്കറ്റ് കളിച്ചാലോ? വേണ്ട, നമുക്ക് മാളിൽ പോവാം. ഇവിടെ ഗെയിം സോണിൽ ബോളിംഗ് കളിക്കാം നമുക്ക്. ഞാൻ കളി തുടങ്ങാൻ പോവാ. നോക്ക്. കിട്ടി, ഇത് നോക്ക്. നമുക്കും ജോളിയായിട്ട് കളിക്കാം. അതുമാ കാറില്. ബൈ ഹണി. റെഡി. ഹണി സൂക്ഷിച്ച്. ഹണി, നിനക്കൊന്ന് നോക്കി കളിച്ചുകൂടെ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതെ, ഞാൻ ശരിക്കും കുടുങ്ങി. സംശയമുണ്ടോ? ഞാൻ നിന്നെ പുറത്തെടുക്കാം. എടാ, എനിക്ക് ശരിക്കും തല കറങ്ങുന്നു. സംശയമുണ്ടോ? എടാ, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഓക്കേ. വാവ്, നല്ല രസമായിരിക്കുന്നു. ഏയ്, നീ എന്തായി കാണിക്കുന്നത്? സോറി. എടാ, നീ എന്തിനാ കിറ്റിയെ ശല്യം ചെയ്യുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഓക്കേ ഫ്രണ്ട്.
നിനക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ ബണി. കലക്കി കിറ്റി, കലക്കി. തുടങ്ങിയാലോ? ആദ്യം ടോസ് ഇട്, എന്നിട്ട് നമുക്ക് തുടങ്ങാം. നീ തന്നെ വേണമെങ്കിൽ തുടങ്ങിക്കോ, ഞാനല്ലേ ജയിക്കാൻ പോകുന്നത്. കമാൻ കമാൻ, നമുക്കിപ്പോ തന്നെ തുടങ്ങാം. ബോൾ എറിഞ്ഞ് കളി നമ്മൾ തന്നെ ജയിക്കണം. ഓ നോ, ഇതെന്റെ കയ്യിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. ജയിച്ചു ജയിച്ചു. ഡിസ്ക്വാളിഫൈഡ് ആയി. മുനിസിപ്പൽ ഗാർഡനിൽ കളിക്കുന്നവരൊക്കെ മോളിൽ വന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക. എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കളിച്ച് കാണിക്കാം, സംശയണ്ടോ? സോറി, അറിയാതെ വീണുപോയതാണ്. ഇവനൊക്കെ ഗെയിം സോണിൽ വന്നാൽ വേറെ എന്താ സംഭവിക്കുക? എന്റെ അമ്മച്ചി, എന്റെ നടു ഒടിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കളിയല്ല. നിങ്ങൾ വീട്ടിൽ പോയി കുട്ടിയും കോലും കളിക്കാൻ നോക്ക്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് സണ്ണി, സംശയണ്ടോ? ഇത് കോൺസെൻട്രേഷൻ ഗെയിമാണ്. എന്നാൽ നിന്റെയൊക്കെ കോൺസെൻട്രേഷൻ എപ്പോഴും ആഹാരത്തിൽ മാത്രമേ ഉള്ളൂ. നിന്റെ കോൺസെൻട്രേഷൻ എന്താ അത്രയ്ക്ക് വലുതാ? എന്താ സംശയമുണ്ടോ? ഇതെന്നെ കോപ്പി അടിക്കാണ്. നീ കാറ്റല്ല, കോപ്പി കാറ്റാണ്, സംശയണ്ടോ? സണ്ണി, നമ്മൾ തമ്മിലൊരു ഫൈനൽ കോമ്പറ്റീഷൻ വെക്കാം. കണ്ണ് കെട്ടിക്കൊണ്ട് നമുക്ക് കളിക്കാം. ആര് ജയിക്കുമെന്ന് നോക്കാലോ. ഞാൻ സമ്മതിച്ചു. നിന്നെ ഞാൻ ഉറക്കത്തിൽ പോലും തോൽപ്പിക്കും. ബണി, നീ കണ്ണ് തുറന്നു വെച്ചെന്ന് കളിച്ചോ, എന്നാലും നിനക്ക് ജയിക്കാൻ കഴിയില്ല. ഇനി ബണ്ണിയുടെ ടേണാണ്. എടാ, നീ എന്താ അവിടെ ചെയ്യുന്നത്? എടാ, ഇത് പൊട്ടും, സംശയണ്ടോ?
നിനക്കെന്താണ് കണ്ണ് കണ്ടൂടെ? നിനക്കെന്താ സൂക്ഷിച്ചു വരാൻ പാടില്ലായിരുന്നോ? മരത്തിനെന്തിനാ ഗോൾഡ് പെയിന്റ് അടിച്ച? എനിക്ക് റിമോട്ട് കാർ വാങ്ങാനായിട്ട് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവൻ എപ്പോ നോക്കിയാലും ഇതിൽ നിന്ന് പൈസ മോഷ്ടിക്കാനായി നോക്കുന്നുണ്ട്. സംശയമുണ്ടോ? അവൻ ഇതുവരെ ഇതിനകത്ത് ഒറ്റ പൈസ പോലും ഇട്ടിട്ടില്ല. കിട്ടുന്ന കാശെല്ലാം ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങിച്ച് കഴിക്കുക. ഞാനും കാശ് ഇട്ടിട്ടുണ്ട്, മുഴുവനായിട്ട് 1 രൂപ. അറിയാവോ? മരം സ്വർണമായി മാറിയല്ലോ. സ്വർണ്ണ മുട്ടയോ? അപ്പൊ ദേവത തന്ന വരം സത്യമാണ്. ബണ്ണി, സോർദാർ, പോപ്പട്ട്. കഴുതേ, മരത്തിനെന്തിനാ ഗോൾഡ് പെയിന്റ് അടിച്ച? പെയിന്റ് ഒന്നും അടിച്ചതല്ല, ഇത് സ്വർണമാണ്. ഞാൻ ഏത് സാധനത്തിൽ തൊടുന്നുവോ അത് ഉടൻ സ്വർണമായി മാറും. ഞാൻ പണക്കാരനായി മാറി. നീ പണക്കാരനല്ല, ഭ്രാന്തനായി മാറി. സംശയമുണ്ടോ? എടാ, ഞാൻ പറഞ്ഞത് സത്യമാ. ദേ നോക്ക്, സ്വർണത്തിന്റെ മുട്ട. ഇത് സത്യത്തിൽ സ്വർണം തന്നെയാണ്. അത് നീ വച്ചോ, എന്റെ പക്കൽ ഇനിയുണ്ട്. ഞാൻ ഇത് വിറ്റ് ഉടൻ തന്നെ റിമോട്ട് കൊണ്ട് ഓടിക്കുന്ന കാർ വാങ്ങാൻ പോവാ. കൂട്ടറും സ്വർണമായി മാറി. സംശയമുണ്ടോ? ഇത് എന്റെ വകയായിട്ട് സോർദാറിനുള്ള ഗിഫ്റ്റ്. താങ്ക് യു കൂട്ടുകാരാ. ഇനി ഞാൻ സ്വർണ്ണ സ്കൂട്ടറിൽ ചന്തയിലേക്ക് പോകും. നീ വാ, നിനക്ക് ഞാൻ സ്പെഷ്യൽ ന്യൂഡിൽസ് ഉണ്ടാക്കി തരാം. അതെന്തായാലും. ഇവൻ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. എന്റെ അമ്മച്ചി, ഇവൻ എങ്ങാനും എന്നെ തൊട്ടാ ഞാനും സ്വർണമായി മാറും. മുട്ട പോണെങ്കി പോട്ടെ, അത് പിന്നെ ഉണ്ടാക്കാലോ. നിനക്കതിൽ നിന്ന് ഒരു പൈസ കിട്ടാൻ പോകുന്നില്ല. ഇരിക്ക് ഹണി, നിനക്ക് ഞാൻ നൂഡിൽസ് കൊണ്ടുവരാം. എനിക്കൊരു ടോസ്റ്റ് വേഗം എടുക്ക്, വല്ലാതെ വിശക്കുന്നു. സംശയമുണ്ടോ? എനിക്കിപ്പോൾ ഹണിക്ക് വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കണം. കാശുള്ളവർക്ക് മാത്രമേ എന്നും എല്ലാം കിട്ടൂ. സംശയമുണ്ടോ? സ്വർണ്ണ സ്കൂട്ടർ കിട്ടിയതിന്റെ നന്ദിയായിരിക്കുമല്ലേ? നിന്റെ കൂടിനെ ഞാൻ ഇപ്പൊ തന്നെ സ്വർണ്ണമാക്കി മാറ്റാം. ന്യൂഡിൽസും സ്വർണമായിട്ട് മാറിയല്ലോ. എങ്ങനെ കഴിക്കുക? എന്തായാലും ആപ്പിള് കഴിക്കാം. ശരി, എന്തായാലും വെള്ളം കുടിക്കാം. എന്ത് പറ്റി? ഇവൻ കുടിച്ച വെള്ളവും സ്വർണമായി മാറിയെന്ന് തോന്നുന്നു. വെള്ളവും സ്വർണമായിട്ട് മാറി. സംശയമുണ്ടോ? ഇങ്ങനെ കിടന്ന പട്ടിണി കിടന്ന് ഞാൻ തീർച്ചയായിട്ടും മരിക്കും. കൊച്ചളിയ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. നീ ബണ്ണി എപ്പോൾ സ്വർണമാക്കി മാറ്റി? കൊച്ചളിയ, കൊച്ചളിയ. ഇനി ഇവനെ ഷോക്കേസിൽ വെക്കാൻ മാത്രമേ കഴിയൂ. സംശയമുണ്ടോ? ബണ്ണി, എടാ ബണ്ണി, എന്തെങ്കിലും ഒന്ന് പറയേ. ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. കണ്ടോ, നിന്റെ അളിയെ നിനക്കിട്ട് തന്ന പണി. ഇല്ല, എനിക്ക് ബണ്ണി ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ദേവതേ, ദേവതേ, ഹാപ്പി ദേവതേ, ഹാപ്പി ദേവതേ. ദാ നോക്ക്, എനിക്ക് എന്റെ ബണ്ണിയെ ഉടനെ വേണം.
എനിക്ക് എന്തായാലും ഈ വരം വേണ്ട. വേഗം ബണ്ണിയെ പഴയതുപോലെ ആക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിനക്ക് പണക്കാരനാകണമെന്ന് പറഞ്ഞു, ഞാൻ പണക്കാരനാക്കി. ദേ നോക്ക്, നിന്റെ അടുത്തുള്ള എല്ലാ സാധനവും സ്വർണമായി മാറി. നിന്റെ കൊച്ചളിയനും. എനിക്ക് വല്ലാതെ വിശക്കുന്നു. സംശയമുണ്ടോ? ഈ ജോർദാർ പീഡ്സയും വാങ്ങിച്ചോണ്ട് എപ്പോഴാ വരിക? ഹായ്. നിനക്ക് എന്താടാ ഹണിയുടെ രോഗം പിടിപെട്ടോ? പിസ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പിസ ബോയുടെ യൂണിഫോം ഇടണമെന്നില്ല. സംശയമുണ്ടോ? ഞാൻ പിസ്സ ഡെലിവറി ബോയുടെ ജോലിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കേട്ടോ നീയെ? ഇവനെ പിസ വാങ്ങാൻ അയച്ചപ്പോ ജോലി വാങ്ങിച്ചു വന്നിരിക്കുക. ഇനി എന്ത് കഴിക്കും നമ്മള്? ഓഹോ, നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. പിസ്സയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തിന്നാനുള്ള സമയം. സംശയമുണ്ടോ? പോപ്പട്ട്, നിന്നെ എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതെയോ? ഏത് കാര്യത്തിൽ? ഇവനെ നമ്മൾ പറ്റിച്ചതിന്റെ കാര്യം പറഞ്ഞതാണ്. നീയല്ലേ പ്ലാൻ ഇട്ടത്? സോർദാറിനെ പിസ വാങ്ങാൻ പറഞ്ഞയച്ച് അവനെ കൊണ്ട് കാശ് കൊടുപ്പിച്ച് നമ്മള് ഫ്രീ ആയിട്ട് കഴിക്കാന്ന്. അല്ല, ഞാൻ അതല്ല പ്ലാൻ ചെയ്തത്. ഓഹോ, പേടിക്കണ്ട. ജോലി കിട്ടിയ സന്തോഷത്തില് ഈ പിസ്സ എന്റെ ട്രീറ്റ് ആണ്. നിനക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? സമയവും പോയി കിട്ടും, കാശിന് കാശും കിട്ടുകയും ചെയ്യും. നാളെ പോലെ തുടങ്ങുന്നു ജോലി. നീ എന്താടാ പിസയും കൊണ്ടുപോവുകയാണോ? യെസ് സർ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്യാൻ കഴിയില്ല. ഷോപ്പിൽ തന്നെ ഓർഡർ ചെയ്യണം. അതെയോ? ശരി ശരി, നീ പോയിക്കോ. നോക്കൂ, ഈ പിസ്സ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഇങ്ങോട്ട് വാടാ. ഞങ്ങള് വെറുതെ ടൈം പാസ് ചെയ്യുകയായിരുന്നടാ. ഈ പിസ ഞങ്ങൾ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഓ, എങ്കിൽ പേയ്മെന്റ് ചെയ്യൂ. പിസ്സ നിങ്ങൾ തന്നെ വെച്ചോളൂ. അല്ല, ഇത് വീട്ടിലാണ് കൊടുക്കേണ്ടത്. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഇത് ഫ്രീ. ഓ, ജോർദാറേ, ബോക്സ് തിരിച്ചതാ. 10 മിനിറ്റ് താമസിച്ചു പോയാ മതി. ജോർദാർ, ക്യാച്ച്. ബോസ്, അവനെ ഇവിടെ എങ്ങും കാണുന്നില്ല. അവര് വണ്ടി നിർത്തി. എനിക്ക് തോന്നുന്നത് സോർദാറിനെ അവരെ പിടിച്ചു എന്നാ. ഒരു കൺസൈൻമെന്റ് നടത്താനായിട്ട് അറിയില്ല. നിന്നേക്ക് വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ബിസിനസ് നടത്താം? സോറി ബോസ്. അങ്ങോട്ട് നോക്ക്. ബോക്സ് തുറക്കേ. നോക്കട്ടെ സർ, എനിക്ക് നന്നായിട്ട് അറിയാം എലികൾക്ക് പിസ്സ വളരെ ഇഷ്ടമാണെന്ന്. എന്നാൽ ഇത് തരാൻ കഴിയില്ല. ഇതിനെല്ലാത്തിനകത്തും പിസ്സ മാത്രമേ ഉള്ളൂ. സർ, പിസ്സയുടെ ബോക്സിനകത്ത് ലഡു ഉണ്ടാവുകയില്ല. പിസ്സ ബോക്സിനകത്ത് ഗോൾഡ് ഉണ്ടായിരുന്നു. ജോർദാറേ, ഇവർ ഗോൾഡ് സ്മഗ്ലേഴ്സ് ആണ്. ഇവരുടെ ബോക്സും നിന്റെ ബോക്സും തമ്മിൽ മാറിപ്പോയതാ. അതെ, എന്റെ ബോക്സ് തിരിച്ചു തന്നേക്ക്. ലാസ്റ്റ് പിസ നീ എവിടെ ഡെലിവർ ചെയ്തത്? പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക്. ഞങ്ങളുടെ ഗോൾഡ് നീ പോലീസിൽ കൊടുത്തെന്നോ? നീ തന്നെ പോയി ആ ഗോൾഡ് ഇവിടെ കൊണ്ടുവരണം. നീ വരുന്നത് വരെ ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും. അല്ല, ഞാനെന്തിനാ? ഞാൻ പിസ കഴിക്കു പോലും ഇല്ല. സംശയമുണ്ടോ? എന്റെ ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. ഈ അഡ്രസ്സിൽ ഗോൾഡ് എത്തിക്കണം. ഇനി സമാധാനത്തിൽ പിസ്സ കഴിക്കാം.
എങ്ങനെ വെയിറ്റ് ചെയ്യാനാകും? ആ ബോക്സ് തുറക്കാനേ പാടില്ല. ഈഷ്, എന്റെ പിസ മോഷിച്ചോണ്ട് പോവുകയാണോ? വിടരുതവനെ, അവനുടൻ തന്നെ തടയ്. ഈഷ്. അടിയിൽ കൂടെ പോകാൻ ശ്രമിക്ക. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നീയൊക്കെ ചെയ്യുന്നത് കുറച്ച് ഓവറാണ്. ഫാൻസ് കണ്ടാൽ തീർച്ചയായും ചിരിക്കും. ഇവനെ കണ്ടതിന് ആൾക്കാർ ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. എടാ നിനക്ക് നാണമല്ലേ എന്നെ നിന്നെ കെട്ടി വെച്ചിരിക്കുന്നത്? വേണമെങ്കിൽ കൂട്ടിലാക്കിക്കോ. ഹേയ്, ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. അവരെത്തിപ്പോയി ബോസ്. ഏ? പോലീസ് എത്തിയിരിക്കുന്നു. ഈഷ്, ബോക്സിംഗ് താ. ഇതെന്റേതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാ. അതിനകത്ത് സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ആണുള്ളത്. ഈഷ്, സ്വർണത്തിന്റെ ബിസ്ക്കറ്റോ? അതെ, വേണമെങ്കിൽ നോക്കിക്കോ. കഴുതേ. ആ പറഞ്ഞോളൂ. സാർ, ഇവർ ഗോൾഡ് സ്മഗ്ലേഴ്സ് ആണ്. ഈഷ്, പിടിക്കവരെ.